ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്ന് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ 33 വാക്യം പ്രകാരം പറഞ്ഞു. മുകളിൽ പറഞ്ഞവരെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന വാക്യങ്ങളിലാണ് തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ 32 വാക്യത്തിൽ ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അപ്പോൾ അപ്രകാരമുള്ളവരെ എല്ലാവരെയും ഒരേ രീതിയിലൊന്ന് ചൂണ്ടിക്കാണിച്ച് പേര് പറഞ്ഞിട്ട് 33 വാക്യം പറയുന്നു എന്തൊക്കെയാണ് അവർ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നത്. 33 വാക്യം പ്രകാരം പറഞ്ഞ് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. മുകളിൽ പറഞ്ഞവർ രാജ്യങ്ങളെ കീഴടക്കുവാനായിട്ട് കാരണമായി തീർന്നു. നമ്മൾ ഇവരുടെ ലൈഫിൽ കൂടെ നമ്മൾ കണ്ടു. രണ്ടാമത് അവർ ചെയ്തത് നീതി നടത്തി. ദാവീദിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നീതി നിർവഹിക്കുവാനായിട്ട് കാരണമായി തീർന്നു. 3 നമ്മളിവിടെ കണ്ടത് അവർ വാഗ്ദത്തം പ്രാപിച്ചു. ദൈവം അവർ കൊടുത്ത വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. 4 അവിടെ കാണുന്നത് സിംഹങ്ങളുടെ വായടച്ചു. ഇന്ന് രാത്രി നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സിംഹങ്ങളുടെ വായടച്ചു. നിങ്ങൾക്കറിയാം, വളരെ പ്രധാനമായിട്ട് നമുക്ക് സിംഹങ്ങളുടെ വായ അടച്ചു എന്നുള്ള വേർഡ് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നതും ഇത് എബ്രായ ലേഖനകർത്താവ് എഴുതപ്പെടുവാനായിട്ടിടയായിത്തീർന്നതും പ്രധാനമായിട്ട് ദാനിയേലിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ വീഴപ്പെടുവാനിടയായിത്തീർന്നു. സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു. അപ്പോൾ അതിനെ മുൻപിൽ കാണിച്ചുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് ഈ വിഷയങ്ങൾ വിവരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദ ഫെയ്ത്ത് ഓഫ് ദാനിയേൽ. സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേൽ പ്രവചനം 6 അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. ദാനിയേൽ പ്രവചനം 6 അധ്യായം ചാപ്റ്റർ 6 അതിൻ്റെ 23 വാക്യം വേഴ്സ് 23, 23 വളരെ ശ്രദ്ധയോടുകൂടെ ആ വാക്യം വായിക്കണം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അപ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ സിംഹങ്ങളുടെ ഗുഹയിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ ദാനിയേൽ മനസ്സിലാക്കിയൊരു വിഷയമാണ്, ഈ സിംഹത്തിൻ്റെ ഗുഹയിൽ ഞാൻ വീണപ്പെട്ടാലും ഈ സിംഹം എന്നെ കടിച്ചു കൊല്ലുകയില്ല. ഇടുന്നതിന് മുൻപ് തന്നെ ദാനിയേൽ മനസ്സിലാക്കി. ദൈവത്തിൽ ദാനിയേൽ പരിപൂർണമായി വിശ്വസിച്ചു. ദൈവം ഈ സിംഹങ്ങളെ കൊണ്ട് എനിക്കൊരു ദോഷവും വരുത്തുകയില്ല. നിങ്ങൾ മനസ്സിലാക്കിയോണം, ആരൊക്കെയോ ദാനിയേലിനെ വലിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇട്ടപ്പോൾ സിംഹങ്ങളുടെ വായ സ്വർഗ്ഗത്തിലെ ദൈവം അടക്കിയല്ല ചെയ്തത്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ദാനിയേൽ വിശ്വാസത്തോടുകൂടെ കിടന്നപ്പോൾ ദാനിയേലിൻ്റെ വിശ്വാസമാണ് സിംഹങ്ങളുടെ വായ അടയ്ക്കുവാനിടയായി. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ദാനിയേലിനെ സിംഹക്കുഴി ഇട്ടു, സ്വർഗ്ഗത്തിലെ ദൈവം സിംഹത്തിൻ്റെ വായ അടച്ചു. അത് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് ഒരുപക്ഷെ തോന്നുമായിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ആ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദാനിയേൽ വിശ്വസിക്കുകയുണ്ടായി, ഈ സിംഹം എനിക്കൊരു കേട് വരുത്തുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, നല്ല വശങ്ങളും തെറ്റുവശങ്ങളും ഒരുപോലെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. ശരിയായിരിക്കുന്ന വശങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ ചീത്ത വശങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. ആരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും തുടക്കം മുതൽ തന്നെ ആദമിനെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ആദമിൻ്റെ ജീവിതത്തിൽ നന്മയുടേതായിരിക്കുന്ന ചില കണികളും അതോടൊപ്പം തന്നെ വീഴ്ചയുടേതായിരിക്കുന്ന ചില വശങ്ങളും വേദപുസ്തകം ക്ലിയറായിട്ട് വെളിപ്പെടുത്തി. ആദമിൻ്റെ മുൻപിൽ വന്നതായിരിക്കുന്ന സകല ജീവജാലങ്ങൾക്ക് ആദം പേരിടുവാൻ തക്കവണ്ണം ദൈവീയ പരിജ്ഞാനം ആദമിനുണ്ടായിരുന്നപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം തെറ്റ് കാണിച്ചതായിട്ടും വേദപുസ്തകം വെളിപ്പെടുത്തി. തുടർന്ന് താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ വിശ്വാസവീരന്മാരുടെ ജീവിതത്തിലും അവരുടേതായിരിക്കും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ
നെഗറ്റീവ് സൈഡ് ഇല്ലാതിരിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. അവർക്ക് നെഗറ്റീവ് സൈഡ് അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത്, വന്നിട്ടില്ല എന്നുള്ളത് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ളതിൽ ഒരു ക്യാരക്ടറാണ് യോസെഫ് എന്ന് പറയുന്നത്. താൻ വളർത്തപ്പെട്ടപ്പോൾ തന്നെ ദൈവ പൈതലായി വളർത്തപ്പെട്ടു. ചെറുപ്രായത്തിൽ തന്നെ ദൈവ പൈതലായി ജീവിച്ചു. തൻ്റെ അവസാന മരണത്തിൻ്റെ സമയം യോസെഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാ. ആ സമയവും വിശ്വാസത്തിൽ യോസെഫ് മരിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ യോസെഫ് കടന്നുപോയി. ഒത്തിരി ടെംപ്റ്റേഷൻസ് യോസെഫിനുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ടെംപ്റ്റേഷനിൽ പോലും യോസെഫ് വീഴുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. യോസെഫിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് യാതൊന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അപ്രകാരമുള്ള വേറെ ക്യാരക്ടറാണ് ദാനിയേൽ എന്ന് പറയുന്നത്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ യാതൊരു ബ്ലാക്ക് സ്പോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ദാനിയേലിൻ്റെ കഴിഞ്ഞ കാല അവസ്ഥ എന്തെന്ന് പറയുന്നതിലും ദാനിയേലിനെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് തൻ്റെ യങ് സ്റ്റേജിലാണ്. താൻ ഒരു യൗവനക്കാരനായി തീർന്നപ്പോൾ ഏതാണ്ട് 14-15 വയസ്സ് പ്രായമുള്ള സമയമായിരിക്കണം ദാനിയേൽ വേദപുസ്തകത്തിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ഒരനുഗ്രഹപ്രദമായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല ദാനിയേൽ വെളിപ്പെടുവാനിടയായി തീർന്നത്. നിങ്ങൾക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സേനാധിപതികളോട് ഇപ്രകാരം കൽപ്പിക്കുകയുണ്ടായി. യെരൂശലേമിലെ യഹൂദയിൽ രാജപുത്രന്മാരിലും കുലീനപുത്രന്മാരിലും യോഗ്യന്മാരായിരിക്കുന്നവരെ നിങ്ങൾ എൻ്റെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. ആ കൂട്ടത്തിൽ വന്ന 4 പേരെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം വേദപുസ്തകം പറയുന്നില്ല. അതിന് കാരണം ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതായിരിക്കുന്ന പ്രത്യേകത ഈ 4 പേർക്കുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ കുടുംബം നല്ലതായിരിക്കാം, അനുഗ്രഹം നല്ലതായിരിക്കാം, പക്ഷെ ഒന്ന് മനസ്സിലാക്കിയോണം, ദൈവത്തിലുള്ള വിശ്വാസമില്ല എങ്കിൽ നിന്റെ പേര് പോലും ആരും അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീരും. എന്താ ദാനിയേലിൻ്റെ അതിലൊരുവനായിരുന്നു ദാനിയേൽ. വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലും യോസെഫുമായിട്ട് ഒത്തിരി ബന്ധങ്ങളെ, സാമ്യങ്ങളെ കാണുവാൻ സാധിക്കും. ദാനിയേൽ യോസെഫുമായിട്ട് ഒത്തിരി സാമ്യങ്ങൾ. ഒന്നാമത്തെ സാമ്യം, യൗവനപ്രായത്തിൽ 2 പേരും അടിമകളായി കൊണ്ടുപോക്കപ്പെട്ടു, ബദ്ധന്മാരായി കൊണ്ടുപോയി. യോസെഫിനെ കൊണ്ടുവന്നു, ദാനിയേലിനെ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം ദാനിയേൽ ഇപ്പോൾ എവിടെ? ബാബിലോൺ സാമ്രാജ്യത്തിൽ. 2 പേരുടെയും രണ്ടാമത്തെ പ്രത്യേകത, ന്യായമില്ലാതെ 2 കൂട്ടരും ഉപദ്രവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. യോസെഫിനെ സഹോദരന്മാർ പൊട്ടക്കണക്കിലിട്ടു. ഫറവോന്റെ കാരാഗ്രഹത്തിൽ കിടന്ന് ദീർഘവർഷങ്ങൾ തെറ്റിയാതെ താൻ ഉപദ്രവിക്കപ്പെടുവാനിടയായി തീർന്നു. അതേ രീതിയിലാണ് ദാനിയേലിൻ്റെ ജീവിതത്തിലും തെറ്റ് ചെയ്യാതെ ഉപദ്രവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. മൂന്നാമത്തെ പ്രത്യേകത, 2 പേരും ഭരണാധികാരികളാകുവാനുള്ള കാരണമെന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനമാണ്. The interpretation of dreams were exalted them to rulership. യോസെഫ് ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ദാനിയേൽ നെബൂഖദ്നേസറിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. എവിടേക്ക് വന്നു? ഭരണാധികാരികളുടെ ലെവലിലേക്ക് വന്നു. 2 പേരുടെയും നെക്സ്റ്റ് പ്രത്യേകത, 2 പേരും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ഒരു വിശുദ്ധ ജീവിതം 2 പേരും നയിപ്പാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നു, ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദാനിയേൽ ജീവിതത്തിൽ ഒരു കുറ്റങ്ങൾ പോലും, നിങ്ങൾ ദാനിയേലിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, വാസ്തവത്തിൽ ദാനിയേലിനെ കുറിച്ച് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഉള്ളം വളരെ സന്തോഷിച്ചു. ഒരു നല്ല ഒരു ജീവിതം ദാനിയേലിനെ പോലെ നയിച്ച് അവസാനിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. ദാനിയേലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1-ാം അധ്യായം, അതിൻ്റെ 3-ാമത്തെ വാക്യം, രാജസന്തതിയിൽ വെച്ച് കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യരുമായ ചില ബാലന്മാരെ വരുത്തണം. അവിടെ നമ്മൾ കാണുന്നത് കൊണ്ടുവന്ന ബാലന്മാരിൽ ഒരുവനായിരുന്നു ഈ ദാനിയേൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അറ്റ് ദി യങ് സ്റ്റേജ്, ഏതാണ്ട് ബിറ്റ്വീൻ 14 to 15, 14 വയസ്സ് 15 വയസ്സ് പ്രായത്തിനിടയ്ക്കാണ്
ദാനിയേൽ രാജകൊട്ടാരത്തിൽ വരുവാനായിട്ട് കാരണമായി തീർന്നത്? അത് അനുകൂലമായ സാഹചര്യത്തിലല്ല, പ്രതികൂലമായ സാഹചര്യത്തിൽ. കൊട്ടാരത്തിൽ താൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരടിമയെ പോലെ ആയിരിക്കുകയാണ്. ബദ്ധരാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് യാതൊരുതുമായിരിക്കുന്ന സ്വയമത്തിൽ നിന്നൊന്നും പറയുവാനില്ല. പിന്നെയോ ഒരു ബദ്ധന്മാരായിട്ട് അവരായിരിക്കുന്ന അവസ്ഥ. എന്നാൽ എന്ത് സംഭവിച്ചു ഇവരുടെ ജീവിതത്തിൽ മുൻപോട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്, വായിച്ചോട്ട് അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ എന്ത് സംഭവിച്ചു? 70 വർഷക്കാലത്തെ ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചു. പിന്നീട് ആര് കടന്നു വന്നു? മേദ്യ പാർസി സാമ്രാജ്യം ഭരിക്കുവാൻ വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 14-ാമത്തെ വയസ്സിലാണ് ഈ ബാബിലോണിലേക്ക് കടന്നു വന്നതെങ്കിൽ നീണ്ട 70 വർഷക്കാലത്തിലെ ഭരണത്തിൽ ദാനിയേൽ എവിടെ നിൽപ്പുണ്ട്? രാജകൊട്ടാരത്തിലുണ്ട്. വയസ്സെത്രയായി? 84. ഒരല്പം കൂടെ മുൻപോട്ട് കടന്നു വന്നാൽ വായിച്ചോട്ടെ 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ, നമ്മൾ ഏറ്റവും ചുരുക്കമായിട്ട് ദാനിയേലിന്റെ ആയുസ് നമ്മൾ കാണുന്നത് പാർസി രാജാവായിരിക്കുന്ന കോരശിന്റെ 3-ാം ആണ്ട് വരെയുള്ള ചരിത്രങ്ങൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിയർ അബൌട്ട് ഒരു 90-95 ഇയേഴ്സ് ഓൾഡായിട്ടാണ് ഈ ദാനിയേൽ ലോകം വിട്ട് മാറ്റപ്പെടുവാനിടയായിരുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിലാണ് ദാനിയേൽ മരിച്ചത്. അപ്പോൾ ഈ പ്രായത്തിൽ ഒന്ന് മരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാട്ട് 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തോട് ദാനിയേൽ ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ പുസ്തകത്തിലെ മുദ്രയുടെ വേഴ്സ് 13, 13-ാമത്തെ വാക്യം. നീയോ അവസാനം വരെയും അവസാനം വരുവോളും പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ. ആര് പറയുന്നതാ? സ്വർഗത്തിലെ ദൈവം. നിങ്ങൾ മനസ്സിലാക്കണം, തുടക്കം വളരെ അനുഗ്രഹമായിട്ട് തുടങ്ങി. 14-ാമത്തെ വയസ്സിലാണ് തൻ്റെ ചരിത്രത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അത് മുൻപുള്ള ഭാഗങ്ങൾ നമുക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. പക്ഷേ 14-ാം വയസ്സിൽ തൻ്റെ ജീവിതം തുടങ്ങുന്നത് ഒരു നല്ല ദൈവ പൈതലായി തുടങ്ങിയ തൻ്റെ ജീവിതം ഏതാണ്ട് 90 വയസ്സ് വരെ താൻ ജീവിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മരണത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ ഇപ്പോൾ നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നീ മരിച്ചുകൊള്ളുക. എന്തിനാ നീ മരിക്കുന്നത്? ഇത് നിനക്ക് വിശ്രമത്തിൻ്റെ സ്ഥലമാണ്, സമയമാണ്. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, കുഞ്ഞേ നീ ഒരു ഓഹരി പ്രാപിക്കുവാനായിട്ട് നീ കടന്നു. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥ! ഇതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ ജീവിതം എന്താ? വായിച്ചോട്ടെ ഒരു വാക്യം കൂടെ, 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, 6th chapter verse 4. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നെക്സ്റ്റ് വേർഡ് കൂടെ, പ്രൈസ് ഗോഡ്. നോക്കി അവസ്ഥ നോക്കി. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. ദാനിയേലിന്റെ ലൈഫിനെ കുറിച്ച് പറയുക, ഇത്രയും കാലം ദാനിയേൽ ജീവിച്ചിരിക്കേണ്ടി വന്നിട്ടും ദാനിയേലിൻ്റെ ജീവിതകാലത്തിലൊക്കെ ദാനിയേലിൻ്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിലും തൻ്റെ എല്ലാ മേഖലകളിലും ദാനിയേൽ വിശ്വസ്തനായിരുന്നുവെന്ന് കാണുകയാണ്. സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് പറയുക, അവനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ സാധിച്ചില്ല. തന്നോട് തന്നെ അകാരണമായിട്ട് അസൂയയോടുകൂടെ തന്നെ ബദ്ധരാക്കുവാൻ ആഗ്രഹിച്ചവർ നോക്കിയിട്ട് പോലും ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ ശ്രദ്ധിച്ചോണേ. ഇത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ ദാനിയേൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ദാനിയേൽ എന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ദാനിയേലിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, സിംഹങ്ങളുടെ വായ അടയ്ക്കുവാനായിട്ട് ദാനിയേലിന് കാരണമായിത്തീർന്നു. ദാനിയേലിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അത് 2 പാർട്ടുകളായിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് പെട്ടെന്ന് ആ 2 പാർട്ടുകളെ ഞാനിന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ വിശ്വാസം. ഒന്ന്, ദാനിയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം
God is my judge. ദൈവം എൻ്റെ ന്യായാധിപതി. Chapter 1 verse 6 and 7. ചണ്ടാധിപൻ അവർക്ക് പേരിട്ടു. ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ അവരുടെ പഴയ പേരുകൾ മാറ്റി പുതിയ പേരുകൾ അവർ കൊടുത്തു. എന്തൊക്കെയായിരുന്നു പേരുകൾ? വായിച്ചാട്ടെ. ബത്സസർ എന്ന് പേര് കൊടുത്തു. ദാനിയേലിന്റെ പേര് മാറ്റി. എന്താ പേരിൻ്റെ അർത്ഥം? ബത്സസർ, എ സെർവൻ്റ് ഓഫ് ബേൽ. ബേൽ എന്നുള്ളത് അവരുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ദാസൻ, എ സെർവൻ്റ് ഓഫ് ബേൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം, ദാനിയേൽ എന്നുള്ള വേണ്ട അർത്ഥം ഗാഡ് ഈസ് മൈ ജഡ്ജ്. എന്നാൽ എന്താക്കി തീർത്തു? ജാതികൾ അവരുടെ ദേവൻ്റെ ഒരു ശുശ്രൂഷനാക്കി മാറ്റി. ഹനന്യ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ദ ലോർഡ് ഈസ് ഗ്രേഷ്യസ്. ആ പേരാണ് ശദ്രക് എന്ന് മാറ്റിയത്. ശദ്രക് എന്നുള്ള പേരിൻ്റെ അർത്ഥം ഇൻസ്പയർഡ് ബൈ ദ സൺ ഓഫ് ഗാഡ്. ബൈ ദ സൺ, സൂര്യദേവൻ. സൂര്യദേവനാൽ ഇൻസ്പയർ ചെയ്യപ്പെടുന്നവൻ. മൂന്നാമത്തെ പേര് മിശായേൽ. ആ പേരിൻ്റെ അർത്ഥം ഹൂ ഈസ് വാട്ട് ഗാഡ് ഈസ്. ആ പുള്ളിക്ക് പേര് കൊടുത്തത് മേശക്. ആ പേരിൻ്റെ അർത്ഥം ഹൂ ഈസ് വാട്ട് ദ മൂൺ ഗാഡ് ഈസ്. നാലാമത്തെ പേര് അസരിയ. അസരിയ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ദ ലോർഡ് ഹെൽപ്സ്. പുള്ളിക്ക് കൊടുത്ത പേരാണ് അബദ്നഗോ. ആ പേരിൻ്റെ മീനിങ് ദ സെർവൻറ്റ് ഓഫ് നെബോ. നെബോ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവമാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം ദാനിയേൽ വെളിപ്പെടുത്തപ്പെട്ട 2 ഭാഗങ്ങൾ. ഒന്ന് ഇൻ ഹിസ് ഏർലി സ്റ്റേജ്, 2 ഇൻ ഹിസ് ഓൾഡ് ഏജ്. 2 കാലങ്ങളായിട്ട് ഞാൻ അതിനെ മാറ്റുക. ഒന്ന് ഇൻ ഹിസ് ഏർലി സ്റ്റേജ്, തൻ്റെ തുടക്കകാലം. അതിനാധാരമായിട്ട് നമ്മൾ ചാപ്റ്റർ 1 ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് ഇൻ ഓൾഡ് ഏജ്, അതിനാധാരമായിട്ട് ചാപ്റ്റർ 6 6-ാം അധ്യായമായിരിക്കും എടുക്കുന്നത്. ദാനിയേലിൻ്റെ ലൈഫിൽ മുഴുവൻ നമ്മൾ വിശ്വാസം നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം നോട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ദ ഫസ്റ്റ് പാർട്ട് ഇൻ ഹിസ് യങ് ഏജ്, തൻ്റെ യൗവനപ്രായം. എന്തായിരുന്നു ദാനിയേലിൻ്റെ യങ് ഏജിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം. ദാനിയേൽ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായിത്തീർന്നത്, അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ചാപ്റ്റർ 1 വേഴ്സ് 8, 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക, അതാണ് ദാനിയേലിൻ്റെ യങ് ഏജിൽ വിശ്വാസം വെളിപ്പെടുത്തപ്പെട്ട ഒരു ഭാഗം. എന്താ ദാനിയേൽ തീരുമാനിച്ചത്? ഒരു കാര്യം, ഹി പർപ്പസ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. നിങ്ങൾ ആ ഭാഗം അണ്ടർലൈൻ ചെയ്യുക. ഹൃദയത്തിൽ നിശ്ചയിച്ചു, തീരുമാനിച്ചു. ഹൃദയത്തിൽ നിശ്ചയിച്ചു. അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. ഒരു കാര്യം ഞാൻ ആദ്യം ഓർപ്പിക്കട്ടെ, ഈ ഒരു തീരുമാനമില്ലാതെ ഒരു വ്യക്തിക്കും അവരാഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. ഈവൻ അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, ജീവിതത്തിന് ഏത് മേഖലകളിലാകുന്നുവെങ്കിലും ഒരു ഉയർച്ചയ്ക്ക് മുൻപ് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നിശ്ചയം. ഹൃദയത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹൃദയത്തിൽ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ വരുവാൻ പോകുന്ന ഉയർച്ചയുടെ കാരണം. നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമില്ല എങ്കിൽ നമുക്ക് എങ്ങും ചെന്ന് എത്തപ്പെടുവാൻ സാധ്യമല്ല. ദൈവം നമുക്ക് ചില ഭൗതികമായിരിക്കുന്ന ക്വാളിറ്റീസ് തന്നതുകൊണ്ട് ചില മേഖലകൾ നമുക്ക് വിജയമാകുവാൻ സാധിക്കുമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്കും നിങ്ങൾക്ക് ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു നിശ്ചയം ഉണ്ടാകണം, ഒരു ഡിറ്റർമിനേഷൻ. എന്താ വാസ്തവത്തിൽ ഒരു നിശ്ചയമെന്ന് പറയുന്നത്? നത്തിങ് എൽസ്, യു മസ്റ്റ് ഹാവ് എ വിഷൻ. എന്തായിരുന്നു ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ദാനിയേൽ ഹൃദയത്തിൽ ഒന്ന് നിശ്ചയിച്ചു. എവിടെ വെച്ചാണ് നിശ്ചയിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ആ നിശ്ചയം വെളിപ്പെടുത്തപ്പെട്ട സമയമാണ് തൻ്റെ യങ് സ്റ്റേജ് ഏജ് എന്ന് പറയുന്നത്. തൻ്റെ യൗവന പ്രായത്തിലാണ് ആ തീരുമാനം വെളിപ്പെട്ടത്.
പക്ഷെങ്കിൽ എവിടെ വെച്ച് ഈ തീരുമാനമെടുത്തു? നമുക്കറിയാം എന്തായിരുന്നു തീരുമാനം. തൻ്റെ തീരുമാനം ഒന്ന്, നോട്ട് ഡിഫൈൽ മൈസെൽഫ്, എന്നെ തന്നെ ഞാൻ അശുദ്ധമാക്കിയില്ല. ഇവിടെ വെച്ച് താൻ എടുത്ത ഒരു തീരുമാനം, രാജാവിൻ്റെ വക രാജഭോജനം കൊണ്ടോ രാജവിരുന്ന് കൊണ്ടോ ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല. നല്ലൊരു തീരുമാനമായിരുന്നു ആ ജീവിതത്തിലുള്ളത്. ഒരു ചെറുപ്രായത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എടുക്കുവാൻ അന്ന് എടുക്കപ്പെട്ടതായ തീരുമാനം എന്താണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഈ തീരുമാനം എടുപ്പിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. ദൈവത്തിൽ ദാനിയേലിന് വിശ്വാസമുണ്ടായിരുന്നു. അതാണ് തന്നെ കൊണ്ട് ഈ തീരുമാനം എടുക്കുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോണം, ആര് എപ്പോൾ ഒരു തീരുമാനമെടുക്കുമോ ആ തീരുമാനത്തിന് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ തീരുമാനം ലംഘിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മളെ ആ ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ടെസ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ വളരെ ഓക്കെയാണ്. സാഹചര്യങ്ങൾ എല്ലാം നന്നായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, തീരുമാനത്തിൻ്റെ പ്രത്യേകത ഇതാണ്. സാഹചര്യം പ്രതികൂലമായിരുന്നാലും അനുകൂലമായിരുന്നാലും എൻ്റെ തീരുമാനപ്രകാരം ഞാൻ ജീവിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാനിയേൽ തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തത് രാജാവിൻ്റെ വക രാജഭോജനം കൊണ്ടോ രാജവിരുന്ന് കൊണ്ടോ തന്നെത്താൻ അശുദ്ധമാക്കിയില്ല. ഒരു പക്ഷെങ്കിൽ ദാനിയേലിൻ്റെ തീരുമാനത്തോട് അന്ന് ബാക്കിയുള്ളവരാരും ഒരു യോജിപ്പില്ല. തൻ്റെ കൂടെ ജനിച്ചു വളർത്തപ്പെട്ടവർ ഒരു പക്ഷെങ്കിൽ തൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുമിച്ച് കൂട്ടോടുകൂടെ നടന്ന് അയക്കുന്ന കൂട്ടുകാരോടുകൂടെയാണ് ദാനിയേൽ ഇവിടെ വന്നിരിക്കുന്നത്. ആ കൂട്ടുകാരെല്ലാം മറ്റൊരു തീരുമാനമെടുക്കുമ്പോൾ രാജാവിൻ്റെ വക രാജഭോജനം കൊണ്ട് തൃപ്തരാകുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ ദാനിയേൽ ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു തീരുമാനം എടുക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ എങ്ങനെയാണ് വെളിപ്പെട്ടത്? ഒന്നാമത്തെ പ്രത്യേകത, ദാനിയേലിൻ്റെ വിശ്വാസം വെളിപ്പെട്ടത്. ഒന്ന് വായിച്ചാട്ട് വേഴ്സ് 8 വീണ്ടും ഒരിക്കൽ കൂടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു തീരുമാനം ദാനിയേൽ എടുത്തു. രാജാവിൻ്റെ വക ഭോജനം കൊണ്ടോ രാജവിരുന്ന് കൊണ്ടോ താൻ അശുദ്ധമാക്കിയില്ല. ഈ തീരുമാനം താൻ എടുത്തു നിൽക്കുമ്പോൾ തനിക്കറിയാം താൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടകരമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി തന്നെ വേർതിരിക്കുക ചെയ്തത്. പക്ഷെങ്കിൽ ഈ പ്രത്യേകമായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ തനിക്ക് ഒരു പ്രതികൂലമായ സാഹചര്യം കടന്നു വന്നപ്പോൾ താൻ ചെയ്ത ഒരു കാര്യം വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്താ ചെയ്തത്? സാധാരണയായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് ഒരു സെൽഫായിരിക്കുന്ന ഒരു ഈഗോയോടുകൂടെ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാനത് തൊടത്തില്ലെന്ന് പറയും. എന്നാൽ ദാനിയേലിൻ്റെ ജീവിതം അതല്ല. ഹി വാസ് സോ പൊളൈറ്റ്. തൻ്റെ ഹൃദയത്തിൽ താൻ നിശ്ചയിച്ചത്, തൻ്റെ ഹൃദയത്തിൽ താൻ എടുത്ത തീരുമാനം, ആ തീരുമാനം ഒരല്പം പോലും തന്നെ ഹൃദയം കൊണ്ട് ഉയർത്തുവാനായിട്ട് ദാനിയേൽ അനുവദിക്കാതെ അതിന് എന്ത് ചെയ്തു? ആ തീരുമാനം നിവർത്തിക്കപ്പെടുവാനുള്ളത് എങ്ങനെയെന്നുള്ളത് ദാനിയേൽ മനസ്സിലാക്കി പ്രവർത്തിക്കുക. എന്താ ചെയ്തത്? ദാനിയേലിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഇത് അശുദ്ധമാക്കത്തില്ല. പക്ഷേ ദാനിയേൽ പറഞ്ഞ് ഇങ്ങനെയാണ്, ഷണ്ഡാധിപനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. തൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ വരുന്ന ഒരു തെറ്റുവശമാണിത്. എന്താണെന്നറിയാമോ? നാം ദൈവമക്കളായതുകൊണ്ട് ഇതെൻ്റെ പദവിയാണ്, എന്തെല്ലാം ചെയ്താലും ഞാൻ അതിന് വശംവദനാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോൾനെസ് അല്ലാതെ പിന്നെയോ ഔട്ട് ഓഫ് പ്രൈഡ്, സ്വമേധയായിട്ട് പൊങ്ങി വരുന്നതായിരിക്കുന്ന രീതികളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം, അത് വാസ്തവത്തിൽ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ അതാണ് പ്രസംഷ്യസ് സിൻ എന്ന് പറയുന്നത്, സ്വമേധാ പാപം. പക്ഷെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? തൻ്റെ ഹൃദയത്തിലെടുത്ത ഒരു തീരുമാനം, അതിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ദാനിയേൽ വളരെ മനോഹരമായിട്ട് തൻ്റെ ഹൃദയത്തിൽ ആ ഒരു തീരുമാനം ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെ ആ തീരുമാനത്തെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാനിയേൽ പോയിട്ട് ദ റൈറ്റ് പേഴ്സൻ്റെ അടുത്ത് പോയി അപേക്ഷിക്കുക. അത് എന്ത് വെളിപ്പെടുത്തി? തൻ്റെ ജീവിതത്തിൻ്റെ ഒരു
ഒരു പൊളൈറ്റ്നെസ്സിനെ അവിടെ കാണിക്കുക. വായിച്ചോട്ട് സദൃശവാക്യം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ ഇത് ആവർത്തിക്കുമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. Proverbs chapter 15 verse number 1. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് കോപത്തെ ജ്വലിപ്പിക്കുവാൻ സാധിക്കും, കോപത്തെ ശമിപ്പിക്കുവാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? മൃദുവായ ഉത്തരം, ഒന്ന് സോഫ്റ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തു വേണ്ടി വരത്തില്ല, അടി ഉണ്ടാകാതെ രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങോട്ട് അടിക്കാനാണ് വരുന്നത്, പക്ഷെങ്കിൽ നമ്മുടെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ ഒരല്പം സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അല്ല എങ്കിൽ എന്താ വരുന്നത്? കഠിന വാക്കോ എന്തിനെ ചെയ്യുന്നു? ശ്രദ്ധിക്കണം. കാര്യങ്ങൾ നടത്തുവാനായിട്ട്, കാര്യങ്ങൾ സാധിക്കപ്പെടുവാൻ നമ്മുടെ ഉള്ളിലൊരു തീരുമാനമെടുത്തിരിക്കുമ്പോൾ ആ തീരുമാനം നിവർത്തിക്കപ്പെടുവാനുള്ള നല്ല മാർഗം, പ്രവർത്തിക്കുവാനുള്ള നല്ല മാർഗമെന്ന് പറയുന്നത് ഏത് രീതിയായിരിക്കും? ഒരല്പം സോഫ്റ്റ്നെസ്സിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, പക്ഷെങ്കിൽ ഒരല്പം പഞ്ചസാരയ്ക്ക് അത് പൊതിഞ്ഞം കൊടുത്തേക്കണം. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഈ സെൽ സിസ്റ്റം പഠിക്കുമ്പോൾ, ആ സെൽ സിസ്റ്റത്തിന് നിങ്ങൾ എത്ര പേര് ആ ബുക്കിൽ കൂടെ പോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾക്കറിയാം, ഡിസ്കഷനാണ്. അതുകൊണ്ട് അതിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യമാണ്. ഒരു ഡിസ്കഷൻ കടന്നു വരുമ്പോൾ, ഈവൻ ദോ ഒരാൾ തികച്ചും പൊട്ടത്തെറ്റായിരിക്കും പറയുന്നത്, ഒരിക്കൽ പോലും ആളിനെ കണ്ടം ചെയ്യരുത്. അവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആ സഹോദര നല്ലത്, പക്ഷെങ്കിൽ ഇതല്ലേ ഒന്നുകൂടെ നല്ലത്. തെറ്റാ അവർ പറഞ്ഞു വെച്ചത്, പക്ഷെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയെ കൊണ്ട് ആ തെറ്റിനെ കവർ ചെയ്യാൻ പറ്റും. നമ്മളെന്താ പറയും? ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നേരെ മറ്റപ്പള്ളി എന്താ പറയും? അവസാനം എന്താ ഉണ്ടാകും? നല്ലൊരു അന്തരീക്ഷത്തിൽ വന്നിട്ട് അടിയിട്ടേച്ചു പോകും. എന്താ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. വീട്ടിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. വലിയ കലഹമൊന്നും ഇല്ലാതെ പോകാൻ പറ്റും. എന്താ വേണ്ടതിന് നമ്മളിത് പഠിക്കുമ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണ്. ശാന്തത എന്താ കൊണ്ടുവരുന്നറിയാമോ? ശരീരത്തിന് സുഖം. നിങ്ങൾ ശാന്തമാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ ടെൻസ്ഡ് ആണെങ്കിൽ ഇല്ലാത്തതുകൂടെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമുക്ക് ആവശ്യമായിരിക്കുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്ന നാവിൻ്റെ ശാന്തത എന്താണെന്ന് പറയുന്നറിയാമോ? ജീവവൃക്ഷമാണ്. അപ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് നമ്മുടെ നാവിൻ്റെ ശാന്തതയിൽ കൂടെ കടന്നു വരുന്നത്. പ്രാക്ടീസ് ഇറ്റ് വെരി ഗുഡ്. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതായിരുന്നു. ദാനിയേൽ എന്ത് ചെയ്തു? തൻ്റെ ഉള്ളിൽ തനിക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം നിവർത്തിക്കപ്പെടണം. ആ തീരുമാനം നിവർത്തിക്കപ്പെടുവാൻ തക്കണം താൻ ആഗ്രഹിച്ചപ്പോൾ, ഇതെന്നെ കൊണ്ട് തൊടാൻ പറ്റത്തില്ല, എനിക്കിത് അശുദ്ധമാണ്, എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ തീരുമാനമെടുത്തു, ഇതൊന്നും ദാനിയേൽ പറഞ്ഞില്ല. ദാനിയേൽ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ച് പുള്ളിയോട് പോയി ഒരു അപേക്ഷ ചോദിച്ചു. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ ദാനിയേലിൻ്റെ പ്രത്യേകത, ദാനിയേൽ ഹി ഡിഡ് ഇറ്റ് വിത്ത് ഗാഡ്സ് ഹെൽപ്പ്. ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ ദാനിയേൽ ചെയ്യുക. ഡാനിയേൽ ചാപ്റ്റർ 1 verse 9. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും എന്ത് സംഭവിച്ചു? ദൈവം ദാനിയേലിന് എന്ത് ചെയ്തു? ഷണ്ഡാധിപന്റെ മുമ്പിൽ കരുണ ലഭിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, താൻ ചെന്ന് പറയുന്നത് ആരായി ചെല്ലുന്നത്? അടിമ. എന്താ പറയാൻ പോകുന്നത്? രാജാവ് കൽപ്പിച്ച നിയമത്തെ ലംഘിക്കണമെന്നാണ് പറയുന്നത്. രാജാവ് ഓൾറെഡി കൽപ്പിച്ചിരിക്കുകയാണ്, ഇവർക്ക് ഈ ദിവസങ്ങളിൽ രാജഭോജനവും രാജവിരുന്നും കൊടുക്കണം. എന്നിട്ട് അവരെ ഇതൊക്കെ പഠിപ്പിച്ച് നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തണം. അപ്പോൾ ഈ കൽപ്പന രാജാവ് കൊടുത്തപ്പോൾ ഈ ദാനിയേൽ അങ്ങോട്ട് ചെന്നിട്ട് ഒന്ന് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? നെക്സ്റ്റ് വേർഡ് നമ്മൾ കാണുന്നത്, ദൈവം എന്ത് ചെയ്തു? ഷണ്ഡാധിപന് ദാനിയേലിനോട് കരുണ കാണിപ്പാരുടെ. ഇതാണ് വളരെ പ്രത്യേകത.
എന്താ കാരണമെന്ന്? ദൈവത്തിൻ്റെ കരുണ ഷണ്ഡാധിപനിൽ കൂടെ ദാനിയേൽ പ്രാപിക്കത്തക്കവണ്ണം ദാനിയേൽ യോഗ്യനായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണേ, അന്തരീക്ഷം മുഴുവൻ കലാപമായി തീരാൻ പറ്റുന്ന സാഹചര്യമാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറ്റപ്പെട്ടത്. വളരെ സോഫ്റ്റായി. ഷണ്ഡാധിപന് ഒന്നും പറയുവാനില്ല. വളരെ സോഫ്റ്റായിട്ട് ദാനിയേലിനോട് കരുണ കാണിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ഹൃദയത്തിൽ ഞാൻ എടുത്ത തീരുമാനം നിവർത്തിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. തീരുമാനമെടുത്തത് ഞാനാണ്, പക്ഷെങ്കിൽ എന്നെ കൊണ്ട് ആ തീരുമാനം നിവർത്തിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണ്. ശ്രദ്ധിക്കുക വേർഡ്. ജീവിതത്തിൻ്റെ ഏത് തീരുമാനങ്ങളും എന്നെ കൊണ്ട് നടക്കും എന്ന് ചിന്തിക്കരുത്. പകരം ദാനിയേൽ ചെയ്തതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുക. തീരുമാനം നമ്മൾ എടുത്തു, പക്ഷേ അതിൻ്റെ നിവർത്തീകരണം നടക്കണമെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കാതെ ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടും. നിങ്ങൾ മനസ്സിലാക്കണേ, ഈ വിഷയം നമ്മുടെ പ്രാവർത്തികമായ ജീവിതത്തിൽ വളരെ നന്നായിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആക്കുവാൻ സാധിക്കും. എന്താ ചെയ്തത്? തൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് താൻ ആഗ്രഹിച്ചു, എൻ്റെ ദൈവമേ എനിക്ക് കരുണ ലഭിക്കണം. എന്താ സംഭവിച്ചത്? ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കി, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിതൊക്കെ നല്ലതാണ്, പക്ഷെങ്കിൽ പണിയേണ്ടത് ആരാ? പണിയേണ്ടത് യഹോവ. അപ്പോൾ യഹോവ പണിയുവാൻ തക്കവണ്ണം ദൈവത്തിൽ താൻ ചാരുവാനായിട്ട് കാരണമായി തീരുമാനം തൻ്റെതാ. പക്ഷേ നിവർത്തിക്കപ്പെടുവാൻ തനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കി, ഇതെൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ശക്തി കൊണ്ടല്ല ഇത് നടക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യമായിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ദാനിയേൽ കടന്നു പോകുകയാണ്. വായിച്ചാട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യം. അവസാനം കിട്ടിയ കൺക്ലൂഷൻ നിങ്ങൾ മനസ്സിലാക്കിയോ? ഷണ്ഡാധിപൻ പറഞ്ഞു, കുഞ്ഞേ, ഈ പരിപാടിയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ രാജകൽപ്പന ലംഘിക്കാനായിട്ട് പറ്റത്തില്ല. സംഭവം എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ പുള്ളി എന്തോ ഇത് അടുത്ത വാക്യമായി, എൻ്റെ തലയ്ക്ക് മനസ്സിലായല്ലോ അതിൻ്റെ സീരിയസ്നെസ്. താഴത്തെ വാക്യം ശ്രദ്ധിച്ചോ? ഇതുകൊണ്ട് ദാനിയേൽ അങ്ങ് വിട്ടുമാറിയില്ല. ദാനിയേൽ എന്ത് ചെയ്തു? നേരത്തെ വലിയ ബോസിൻ്റെ അടുത്തായി അന്നേ. വലിയ ബോസ് ഡിനായ് ചെയ്തു, ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നീട് എന്ത് ചെയ്തു? ഈ ദാനിയേൽ തൻ്റെ ഇമ്മീഡിയറ്റ് ബോസിൻ്റെ അടുത്തോട്ട് ചെന്നു. നെക്സ്റ്റ് ബോസ് ബെൽഷസ്സറിൻ്റെ അടുത്തേക്ക് ദാനിയേൽ ചെന്നു. കാരണം എന്നിട്ടും ദാനിയേൽ എന്താഗ്രഹിച്ചില്ല? ഈ അവസ്ഥയ്ക്കൊരു തീരുമാനമെടുക്കാതെ പോകത്തില്ല. നോക്കിയേ തൻ്റെ ആ പെർസിസ്റ്റൻസ്. കടിച്ചു തൂങ്ങി നിൽക്കുക. പക്ഷെങ്കിൽ ഉള്ളിലാ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് പുറത്ത് വളരെ നല്ല റിക്വസ്റ്റുമാണ്. ഉള്ളിലാ തീരുമാനം കിടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം, ഉള്ളിലാ തീരുമാനം കിടക്കുന്നത് ഇതെനിക്ക് ചെയ്തു കിട്ടണം. പക്ഷേ ആദ്യം നടക്കത്തില്ല, തൻ്റെ ഷണ്ഡാധിപനെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദാനിയേൽ നേരെ തൻ്റെ മേലുദ്യോഗസ്ഥരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് വീണ്ടും പുള്ളിയോട് അപേക്ഷിച്ചു. എന്തോ അപേക്ഷിച്ചത്? ഒരു 10 ദിവസം ഞങ്ങൾക്ക് ഈ ശാഖഭോജനത്തിൽ. നിങ്ങളിത് മനസ്സിലാക്കുക. 10 ദിവസം കൊണ്ട് പെട്ടെന്ന് വല്ലതും മനസ്സിലാക്കാൻ പറ്റുമോ? വളരെ ലിമിറ്റഡ് ആയിരിക്കാം, ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ കഴിക്കുന്ന എന്ത് ഭോജനമാണ്? ബാക്കിയുള്ളവർ കഴിക്കുന്ന എന്തുവാ? രാജഭോജനം. ഇവർ കഴിക്കാൻ പോകുന്ന എന്തുവാ? 10 ദിവസം കൊണ്ട് എന്താ വ്യത്യാസം അറിയാം? ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളെ വല്ലതും വിളിച്ച് നിർത്തി 10 ദിവസം ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പൊങ്ങി വരും എന്ന് പറയുന്ന പോലെ അല്ല. ഇവർ കഴിക്കുന്നത് എന്തുവാ? കഴിക്കുന്നത് നിന്ന് കൊട്ടാരത്തിലെ ഫുഡാ. ഇവർ കഴിക്കാൻ പോകുന്ന എന്തുവാ? ശാഖഭോജനം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തമ്മിൽ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 10 ദിവസം കൊണ്ട് ഇവരുടെ വ്യത്യാസം, ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും മനസ്സിലാകത്തില്ല. പക്ഷേ ദാനിയേലിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഈ ശാഖഭോജനം കഴിച്ചാൽ മറ്റുള്ളവർ രാജഭോജനവും രാജവിരുന്നും കഴിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ മുഖത്തിന് ഈ 10 ദിവസം കൊണ്ട് മാറ്റം വരുത്തുവാൻ ദൈവം ശക്തി. സംഭവം പശുള്ളൂ. 10 ദിവസം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്.
പക്ഷേ ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ സ്വർഗത്തിലെ ദൈവം ഈ 10 ദിവസത്തിനുള്ളിൽ ഒരത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള കിട്ടേണ്ട സാഹചര്യമാണ് താൻ യൂസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് തൻ്റെ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ വിശ്വാസത്തെ ദാനിയേൽ അവിടെ വെളിപ്പെടുത്തുക. ദാനിയേൽ പറയുന്നത്, ഞങ്ങൾക്ക് ഈ ശാഖഭോജനം തരിക, 10 ദിവസം നിങ്ങളെ പരീക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ മുഖം മറ്റവരുടെ മുഖത്തേക്കാൾ ശോഭയുള്ളതാണെന്ന് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാം. കാരണം ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങളുടെ മുഖത്ത് എന്തുണ്ടാകും? എന്താ കാരണം? എന്നാ നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് തൻ്റെ ഈ ഫെയ്ത്ത് മുഴുവൻ വെളിപ്പെടുത്തിയത്? എന്നോ എടുത്തൊരു തീരുമാനം. ആ തീരുമാനത്തിൽ എന്താ തൻ്റെ തീരുമാനം? എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല എന്നുള്ള തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു? ഈവൻ തല പോകേണ്ടി വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കണമെന്ന് ദാനിയേൽ മനസ്സിലാക്കിയത് ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദാനിയേൽ ഹൃദയത്തിലെടുത്ത തീരുമാനവും അതിനനുസൃതമായിട്ട് തൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ടതായിരിക്കുന്ന ഒരു സ്റ്റെപ്പും എടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം കണ്ണടച്ചിരുന്നില്ല. അതാ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകത. എന്താ ഇവർക്ക് സംഭവിച്ചെന്നറിയാമോ? ബാക്കിയുള്ള സകല ബാലന്മാരെക്കാൾ ഇവരാരായിത്തീർന്നു. വായിച്ചു 16ാമത്തെ വാക്യം. എന്ത് കാരണമാ? ബാക്കിയുള്ളവരിൽ ഒരു സ്പെഷ്യാലിറ്റി ആക്ക് ദൈവത്തിന് മുൻപിൽ തീരുമാനമെടുത്ത ആ തീരുമാനത്തിന് വേണ്ടി നിൽക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ മുൻപിൽ ഏതെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് ഒരു ടെസ്റ്റുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കി, ഈ താന് ദൈവത്തിന് മുൻപാകെ എടുത്ത തീരുമാനത്തിന് ഒരു ടെസ്റ്റ് കടന്നു വന്നപ്പോൾ താൻ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള തയ്യാറെടുപ്പ് ആക്കുണ്ടായിരുന്നു ദാനിയേലുണ്ട്. ഒരിക്കലും അത് വിട്ടുമാറി വഴിമാറിപ്പോകുവാൻ ദാനിയേൽ ആഗ്രഹിച്ചില്ല. ആ ചലഞ്ച് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ഏറ്റെടുത്ത സമയത്ത് സ്വർഗത്തിലെ ദൈവം ദാനിയേലിനെ മാനിച്ച് വിശേഷമാർക്ക് ജ്ഞാനങ്ങൾ കൊടുത്തു. വേദപുസ്തകം താഴോട്ട് പറയുന്നു, ദൈവികമായിരിക്കുന്ന കൃപാവരങ്ങൾ ദാനിയേൽ പകരപ്പെട്ടു. എന്തുവാ? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. അതിലും മനോഹരം. വായിച്ചാട്ട് അതിൻ്റെ 21ാമത്തെ വാക്യം, വേഴ്സ് 20 ഓൺവേർഡ്സ്. ശ്രദ്ധിച്ചോ? എത്ര പ്രായമുണ്ട്? 20 വയസ്സ് താഴെ. 14-15 വയസ്സിലാകൊണ്ട് അങ്ങോട്ട് വന്നത്. പക്ഷെങ്കിൽ 3 കൊല്ലക്കാലമാണ് രാജാവ് രാജഭോജനം കൊടുക്കാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ രാജാവ് ഒരു കാര്യം മനസ്സിലാക്കി, തൻ്റെ രാജ്യത്ത് കാലങ്ങളായിട്ടുള്ള മന്ത്രവാദികളുണ്ട്, വിശിഷ്ടമായിരിക്കുന്ന ജ്ഞാനികളുണ്ട്, അവരെക്കാൾ 10 ഇരട്ടി ഇവർ യോഗ്യമായ. ഒരിടത്തല്ല ദൈവം പ്രവർത്തിച്ചത്. എവിടെ പ്രവർത്തിച്ചു? എന്താ കാരണം? താൻ ദൈവത്തിന് മുൻപാകെ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടെ അത് നിറവേറ്റപ്പെടണം എന്നാഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ പോകട്ടെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. എന്താ ഈ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ 120 ദേശാധിപതികൾ, അവരുടെ മേൽ 3 പ്രധാന ദേശാധിപതികൾ. ഈ 120 ദേശാധിപതികൾ ഈ പ്രധാനപ്പെട്ടവരുടെ മേൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ 3 പേരിൽ ഒരാൾ ദാനിയേലായിരുന്നു. രാജാവിനൊരാഗ്രഹം തോന്നി, ഈ 3 പേരെക്കാൾ ഈ പുള്ളിയെ കൊണ്ട് ദ ടോപ്പ് ലെവൽ വെക്കുന്നതായിരിക്കും നല്ലത്. ലെറ്റ് ഹിം ബി ദ റൂളർ. ഈ ചിന്ത വന്നപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പുള്ളിയെ മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ, കാരണം പുള്ളിയുടെ സ്വഭാവം ഓൾറെഡി പറഞ്ഞു, എന്തുവാ? സകലത്തിലും വിശ്വസ്തന, ഒരു പേപ്പള. ഈ കാര്യം എന്നോട് പറഞ്ഞൊരു വേർഡുണ്ട് പാസ്റ്ററെ. പണ്ട് ഞാൻ നാട്ടിലുള്ള കാലത്തും ഞാൻ വണ്ടിയൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ ആരെങ്കിലും എന്നോട് പേഴ്സണലി പറയുക, ഇത് നിങ്ങൾക്ക് വേണ്ടി എന്ന പോലെ ഒരു വണ്ടി മേടിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ ഒരു സിംഗിൾ പൈസ പോലും ഞാൻ കമ്മീഷൻ എടുത്തിട്ടില്ല. എത്രയും വില കുറച്ച് ആ സാധനം മേടിക്കാമോ അത്രയും ആ കിട്ടിയ വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ആ സഹോദരൻ്റെ ആ സിൻസിയറിറ്റിയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ഉണ്ട് സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ആൾക്കാർ. They are faithful. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്ത. ദാനിയേലിന്റെ പ്രത്യേകത ആയിരുന്നു, ദാനിയേൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ വിശ്വസ്തതയാണോ അടുത്ത പെർസിക്യൂഷനിലേക്ക് താൻ കടന്നു പോകാനിടയായത്. ഈ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞൊരു കൊച്ചു കാര്യമൊന്നുമല്ല. വളരെ ബുദ്ധിപരമായിട്ട് ഇവർ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, രാജാവേ ഒരു തീരുമാനമെടുക്കണം. രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ 30 ദിവസത്തേക്ക് ആരും പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാം, അന്നത്തെ ചക്രവർത്തിമാരെന്ന് പറയുന്നത് അവർ ദേവന്മാരാണ്. അതിന് ആ ദേവന്മാർ എന്നുള്ള പദവി, ദൈവം എന്നുള്ള പദവി അവർക്കുണ്ട്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ഒരു രൂപം കൊണ്ട് അവിടെ സ്ഥാപിച്ചേച്ച് എല്ലാവരും വന്ന് മുട്ടുമടക്കാനായിട്ട് പറഞ്ഞത്. കാരണം ഹി വാസ് ഗാഡ്. ആ സമയത്ത് ആ ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദാനിയേലും അല്ലെങ്കിൽ ആ രാജകൊട്ടാരത്തിലുള്ള സകലവരും രാജാവിനോട് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം രാജാവ് ദൈവം എന്നുള്ള പൊസിഷനിൽ ബാക്കിയുള്ളവർ അംഗീകരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇത് ദാനിയേലിന്റെ മുമ്പിൽ വന്നു. എന്താ രേഖ വന്നത്? 30 ദിവസത്തേക്കല്ല, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ഒരു ദേവനോടും ഒരു മനുഷ്യനോടും ആരും ഒന്നും അപേക്ഷിക്കരുത്. രേഖ എഴുതപ്പെട്ട് വന്നപ്പോൾ ഒത്തിരി എനിക്കിഷ്ടമാത്. വായിച്ചിട്ട് 6-ാം അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം, അത് ഒരു ഹൈഫൻ കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. ഞാൻ ചിന്തിച്ച് എന്തിനാണ് ഈ വേർഡ് അങ്ങനെ കൊടുത്തത്? താഴോട്ട് വായിച്ചത് എന്നാലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ശ്രദ്ധിക്കുക. ദാനിയേലിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദാനിയേലിൻ്റെ ഒരു പതിവായിരുന്നു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇതെന്ന് തുടങ്ങിയതാ? എന്ന് വെക്കേഷന് പോയാലും ഈ പുള്ളി എന്ത് ചെയ്യും? വെക്കേഷൻ പോയി പള്ളിയിൽ കയറുന്നത് ഇവിടെ തിരിച്ചു വന്നേ പിന്നെ. എന്താ താൻ ചെയ്തത്? ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനം, ജീവിതത്തിൻ്റെ ഏതെല്ലാം സാഹചര്യങ്ങളായിരുന്നാലും എത്രമാത്രം ബിസി ഷെഡ്യൂൾ ആണെങ്കിലും തനിക്കിതിന് മാത്രം യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്താ മാറ്റം വരുത്താത്തത്? ദിവസം 3 പ്രാവശ്യം അങ്ങോട്ട് കിഴക്കോട്ട് നോക്കി എന്ത് ചെയ്യും? കിഴക്കോട്ട് നോക്കാനല്ല ഞാൻ പറഞ്ഞു വന്നത്. കിഴക്കോട്ട് നോക്കിയോണ്ട് ഇന്ന് ഗുണമൊന്നുമില്ല. പക്ഷേ അന്ന് യെരൂശലേമിലേക്ക് അവരെ നോക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവരുടെ ദേവാലയം യെരൂശലേമിലാണ്. അവരുടെ സകലവിധമായ നന്മകളും യെരൂശലേമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് യെരൂശലേമിലേക്ക് നോക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഈ പുള്ളി എന്തുവാ ചെയ്തേ? സാധാരണ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഒന്നുണ്ട്. എന്തോ ചെയ്യും? ഈ കിളിവാതിൽ, തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ അങ്ങോട്ടങ്ങ് തുറന്നിടും. ഇപ്പം നിയമം എന്തുവാ? രാജാവിനോടല്ലാതെ ആരെങ്കിലും 30 ദിവസത്തേക്ക് ആരോടെങ്കിലും ഏത് ദേവനോടെങ്കിലും അപേക്ഷിച്ചാൽ എന്തോ ചെയ്യണം? ബുദ്ധിയുള്ള ദാനിയേലേ, നീ എന്താ ചെയ്യേണ്ടിയിരുന്നേ? കഥ അടച്ച് കഴിയുന്നിടത്തോളം ഏതെല്ലാം രീതിയിൽ അത് വാക്വം വെച്ച് സീൽ ചെയ്യാൻ പറ്റുമോ സീൽ ചെയ്തിട്ട് പിന്നെ ആരും കേൾക്കാതെ കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അറയിൽ കടന്ന് രഹസ്യത്തുള്ള ദൈവ പിതാവിനോട് ദാനിയേൽ അതല്ല ചെയ്തേ. എന്താ ദാനിയേൽ അങ്ങനെ ചെയ്യാൻ കാരണമില്ല? എന്തുവാ ഓൾറെഡി നിയമം ഇറക്കിയേക്കുന്നത്?
ആരെങ്കിലും ഈ നിയമം തെറ്റിച്ചാൽ അവരെ എങ്ങോട്ടറിയും? സിംഹത്തിന് മുമ്പിൽ. അപ്പോൾ സിംഹം കൊല്ലുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ദാനിയേൽ ചെയ്തൊരു കാര്യമുണ്ട്. താൻ പണ്ട് ചെയ്തത് വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം ദൈവസന്നിധാനത്തിൽ മുട്ടുകളെ മടക്കി. ശ്രദ്ധിച്ചോണേ, ദൈവം വല്ലപ്പോഴുമൊക്കെ നമുക്കൊരു പ്രശ്നം വന്നു, ഓടി അങ്ങോട്ട് ചെന്നു ദൈവം വിടുവിക്കും. പക്ഷേ അതിനേക്കാൾ അനുഗ്രഹം വേറൊന്നുണ്ട്. ഈ പതിവ് തെറ്റിക്കാതിരുന്ന ദാനിയേലിന്റെ ജീവിതത്തിൽ രാജാവ് പറയുന്നൊരു വേർഡ് കൂടെ വായിച്ചു. അതാ ബ്യൂട്ടി. വേഴ്സ് 16. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന, പ്രൈസ് ഗോഡ്, ആരാ കൊണ്ടിട്ടത്? രാജാവ്. ആകുന്ന പടിയെല്ലാം പുള്ളി നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ. പക്ഷേ ഈ പുള്ളിക്കാരെല്ലാം കൂടെ ഒരു കാര്യം പറഞ്ഞു. രാജാവേ, രാജമോതിരം കൊണ്ട് മുദ്രയിടപ്പെട്ട ഒരു നിയമത്തെ ലംഘിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിനക്കൊരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഇവനെ കൊണ്ട് അങ്ങോട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. കൊണ്ട് ഇടുന്ന സമയത്ത് രാജാവ് പറഞ്ഞൊരു കാര്യമാണ്, ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം എന്നെ ഇഷ്ടപ്പെടുത്തി വേണതാ. എന്താവാന്നറിയാം? ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം. കഴിഞ്ഞ നാളുകളിൽ ഒരല്പം പ്രശ്നമുണ്ടായിരുന്നു. അന്ന് ആഴ്ച 4 ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. പ്രശ്നമൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെ വീട്ടിലാണ്. പിന്നെ വരുന്ന എപ്പോഴാണെന്നറിയാമോ? അടുത്ത പ്രശ്നത്തിന് പോകും. ഇതല്ല ഇടപെടാതെ സേവിക്കുന്നത്. ഇത് ഇടവിട്ട് സേവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇടവിട്ട് സേവിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം വിടുവിക്കുന്നവനാ. ദൈവം മഹാകരുണയുള്ളവനായതുകൊണ്ട്. പക്ഷെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഇടവിടാതെ സേവിച്ചു വരുന്ന ഒരു വ്യക്തിയാകുന്നു നാമെങ്കിൽ എൻ്റെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് പരിഹാരമുണ്ട്. മറ്റത് വാവിട്ട് നിലവിളിക്കണം. ഇതൊരു നിലവിളിയും വേണ്ട. പണ്ട് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം. അത് ഇന്നാണെങ്കിലും അത് തന്നെ ചെയ്യുന്നു. ഞാൻ മനസ്സിലായിട്ട് ഈ മനുഷ്യൻ്റെതായിരിക്കുന്ന ക്വയറ്റ്നെസ്, ശാന്തത എത്ര വലുതാണ് ഞാൻ ചിന്തിച്ചു. പുള്ളി വളരെ കൂളാണ്. രാജാവിൻ്റെ വക നിയമം ഇവിടെ കിടക്കുക. പക്ഷെ പുള്ളിക്ക് ഒരു ഉത്സലമില്ല. എന്ത് ചെയ്തു വന്നു? ഈ രാജാവിനോട് ഒരു കാര്യം മനസ്സിലാക്കി, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹത്തിന് കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ദാനിയേൽ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഇടപെടാതെ ഒരു ദൈവത്തെ സേവിക്കും. നിങ്ങൾ മനസ്സിൽ ഈ പിക്ചർ കിടക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് നന്മയോ തിന്മയോ, അനുകൂലമോ പ്രതികൂലമോ, നഷ്ടമോ ലാഭമോ, ജീവിതത്തിൽ എന്ത് വന്നാലും ഈ ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ട് പോകരുത്. യോശുവ ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ മുഴുവൻ പാപികളാണ്, പാപത്തിൻ്റെ കീഴിൽ കിടക്കുക. യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവേ. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്തു ചെയ്തു? ഈ ദാനിയേലിനെ കൊണ്ട് നിങ്ങൾക്കറിയാം, സിംഹത്തിന് ഗുഹയിലിട്ടു. രാവിലെ രാജാവ് തൻ്റെ പതിവൊക്കെ മാറ്റി. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊട്ടവൻ്റെ പതിവൊക്കെ മാറും. കാരണം കിടക്കുന്നത് ആരാന്നറിയാം? ദൈവ പൈതലാണ്. രാജാവിന് ഉറക്കമില്ല. നിയമം കൊടുത്ത പുള്ളിക്ക് ഉറക്കമില്ല. തൻ്റെ വീട്ടിനകത്ത് പണ്ട് വരുന്നവരൊന്നും പുള്ളിക്ക് വേണ്ട, ആഹാരവും വേണ്ട. താനിങ്ങനെ നിൽക്കുക, എങ്ങനെയെങ്കിലും നേരം ഒന്ന് വെളുത്താൽ മതി എന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കുന്നത്. നേരം വെളുത്തോടനെ രാജാവ് ഓടി വളരെ ദുഃഖശബ്ദത്തോടെ. രാജാവ് പോലും ചിന്തിച്ചില്ല. പുള്ളി വെറുതെ ഒരു വേർഡ് പറഞ്ഞേച്ചങ്ങ് പോയതാ. രാജാവ് പോലും ചിന്തിച്ചില്ല. പക്ഷെങ്കിൽ ദുഃഖശബ്ദത്തോടെ രാജാവ് ദാനിയേലിനെ വിളിക്കുമ്പോൾ അകത്ത് കിടന്ന നല്ല ശബ്ദത്തോടുകൂടെ ഒരു ദാനിയേൽ തിരിച്ചുത്തരം കൊടുക്കുക. രാജാവ് അത്ഭുതപ്പെടുകയാണ്. രാജാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചതാ?
നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ശക്തനാണ്. ദാനിയേലിന് പറയുവാൻ ഒന്നുണ്ട്. ഞാനിങ്ങനെ താഴോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവം തൻ്റെ ദൂതനെ കൊണ്ടയച്ചു. ദൈവം ദൂതനെ കൊണ്ട് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാനും കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അത് മറ്റേ പുള്ളി, നീയും വിട്ട പുള്ളി എന്തോ ഒഴുകിയ, ഈ പുള്ളി എന്തോ എടുക്കുക. ഇതാ പ്രത്യേകത. ദൈവമുള്ളവന് ദൈവത്തെ സേവിക്കാത്തവൻ സേവിക്കുന്നവനുള്ള വ്യത്യാസം ഇതാ. ദൈവത്തെ സേവിക്കുന്നവൻ ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ സുഖമായിട്ട് ഉറങ്ങും. ദൈവത്തെ സേവിക്കാത്തവൻ ഒരു പ്രതികൂലവും ഇല്ലെങ്കിലും ഉറങ്ങത്തില്ല. എന്താ ഇവിടുത്തെ വിഷയം? താഴോട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് പറഞ്ഞു? ദാനിയേൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലവനായിരുന്നു. ഒരു പക്ഷെങ്കിൽ രാജാവിൻ്റെ ഈ ഒരു വേർഡ് ദാനിയേലിനെ ഒത്തിരി എൻകറേജ് ചെയ്ത് കാണും. താഴോട്ട് ഇടാൻ പോയപ്പം രാജാവ് എന്തോ പറഞ്ഞേ? ആരാ പുള്ളി? അവിശ്വാസി. എന്തോ പറഞ്ഞേ? എൻ്റെ കുഞ്ഞെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം. ശ്രദ്ധിച്ചോണേ, എല്ലാം പ്രതികൂലമാകുമ്പോൾ ചില അവിശ്വാസികളെങ്കിലും ദൈവം എഴുന്നേൽപ്പിച്ചോ നമ്മുടെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യും. നമുക്ക് നമ്മെക്കുറിച്ച് അറിയത്തില്ല, അവർക്കറിയാം. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്കറിയാം നിൻ്റെ ദൈവം നിന്നെ പിടിവെപ്പാൻ ശക്തൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വേർഡ് ദാനിയേലിന് കിട്ടിയത് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ബലമായി കാണും അല്ലേ? അങ്ങോട്ട് പോവുക. പക്ഷേ അതിന് മുമ്പിൽ എന്ത് സംഭവിച്ചു? താൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ സേവിച്ചു വരും ദൈവം. മറ്റവർ ശദ്രക മേശക്കും അബദ്ധനും അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും വേണ്ടില്ല, രക്ഷിച്ചില്ലേലും വേണ്ടില്ല. രാജാവെ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ, ഈ പുള്ളിയുടെ കാര്യം അതൊന്നുമല്ല. പുള്ളി പറഞ്ഞത് വായിച്ചാട്ട് ആ വേർഡ് 23 വാക്യം. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഒരു കേടും പറ്റിയില്ല. 24 വാക്യോട് വായിച്ചിട്ട്. അപ്പോൾ പുള്ളിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, പുള്ളിക്ക് ആഹാരമൊക്കെ ആവശ്യമായിരുന്നു. പക്ഷെങ്കിൽ കിട്ടേണ്ടവനെ കിട്ടിയെങ്കിലേ കടിക്കത്തുള്ളൂ. എന്ത് സംഭവിച്ചു? അവർ ചെല്ലുന്നതിന് മുമ്പ് സകലത്തെയും നശിപ്പിച്ചു. ദാനിയേലിന് ഒരു പതിവുണ്ടായിരുന്നു. ദിവസം 3 പ്രാവശ്യം യെരൂശലേമിലേക്ക് തൻ്റെ കണ്ണുകൾ തിരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദാനിയേൽ മുട്ടുകളെ മടക്കി ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ചെറുപ്രായം മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം മുതൽ തൻ്റെ പതിവതായിരുന്നു. എന്തെല്ലാം സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്രമാത്രം ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെങ്കിലും അതൊന്നും ദാനിയേലിനൊരു വിഷയമല്ല. എന്തിനാ? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒന്ന് മുട്ടുകളെ മടക്കുവാൻ, ദൈവത്തോട് തൻ്റെ കാര്യങ്ങളൊന്ന് പറയുവാൻ. ഇന്ന് രാത്രിയിൽ നാം ഒരു തീരുമാനമെടുക്കും.